9ാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷയ്ക്ക് 100% ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏതാ? നിങ്ങൾക്കറിയാം. അപ്പോൾ വരയ്ക്കാനുള്ള ഒരു ചോദ്യം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പോൾ ആ വരയ്ക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ മുഴുവനും പഠിക്കണം, അല്ലാതെ ഒരു ചോദ്യം കണ്ടുപഠിച്ചിട്ട് പോകരുത്. വീഡിയോയുടെ അവസാനം വരെയും ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ കൊടുത്തിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം. ജസ്റ്റ് മൊബൈലിലൂടെ കണ്ടാൽ മാത്രം പോരാ, അത് നിങ്ങൾ പേപ്പറിൽ സ്കെയിലും പെൻസിലും എടുത്ത് ഒന്ന് വരച്ച് നോക്കുക. അങ്ങനെ വരച്ച് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ വരയ്ക്കാൻ ചോദ്യത്തിലെ മാർക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോയിലെ മുഴുവൻ ചോദ്യങ്ങൾ നിങ്ങൾ വരച്ച് പഠിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 13 സെന്റിമീറ്റർ വര വരയ്ക്കണം. അതാണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ സ്കെയിലിനകത്ത് ഞാൻ കൃത്യം 13 സെന്റിമീറ്റർ വര വരച്ചു. ഈ 13 സെന്റിമീറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യണം? ഏത് റേഷ്യോയിലാണ് മുറിക്കേണ്ടത്? നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 2:3:4 എന്ന് പറഞ്ഞ റേഷ്യോ മുറിക്കണം. അപ്പോൾ തിരിച്ച് നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടുക. 2 3 5 5 4 9 കേട്ടല്ലോ. 9 സെന്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടുക. ആ 9 താണ്ട ചരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു അളവാണ്, ചരിവാണ് പിടിക്കുന്നത്. നിങ്ങളുടെ അളവ് താണ്ട ഈ ചരിവുണ്ടല്ലോ, താണ്ട ഇത് ഇങ്ങനെ നിങ്ങൾക്ക് സ്കെയിലിൽ ഏത് വേണമെങ്കിലും ചരിവ് പിടിക്കാം. അപ്പൊ ആ ചരിവിൽ താണ്ട ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. താണ്ട ചരിച്ച് ഞാൻ ആ ഒരു ലൈൻ എത്ര വരയ്ക്കാവൂ? 9 ആണ് നമ്മൾ കൂട്ടിയപ്പോൾ കിട്ടിയ റേഷ്യോ, എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 9. അപ്പൊ ചരിച്ച് എത്ര വരെ മാർക്ക് ചെയ്യുക? 9 വരെ മാർക്ക് ചെയ്യുക. കണ്ടല്ലോ. എന്നിട്ട് ആദ്യത്തെ അളവ് നോക്ക് 2. അപ്പൊ താണ്ട ഈ 2 സെന്റിമീറ്റർ കഴിഞ്ഞ് ഒരു കുത്തിട്ടേക്കുക. അത് കഴിഞ്ഞ് എത്രയാ? 3. അപ്പൊ 2ൽ നിന്ന് 3 കൂട്ടിയാൽ എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ 2 1 2 3 എന്ന് പറയുമ്പോ എത്രയിൽ എത്തണം? 5ൽ. കണ്ടോ, 2നോട് 3 കൂട്ടിയാൽ 5 അല്ലയോ? അപ്പൊ 5ന്റെ അവിടെയാണ് അടുത്ത കുത്ത്. അവസാനത്തത് ഇവിടെ തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ലാസ്റ്റ് ലൈനും ഈ നമ്മൾ നേരത്തെ വരച്ച 13 സെന്റിമീറ്റർ ലാസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, അവര് തമ്മിൽ യോജിപ്പിക്കുക. ദാണ്ടെ ഇങ്ങനെ യോജിപ്പിക്കുക. ഓക്കെ ആണ്. അതോടൊപ്പം ദാണ്ടെ ഇനി ചെയ്യേണ്ട മാർഗം എന്ന് പറയുന്നത് നോക്കിക്കോണം. ഈ ലൈനിന് ദാണ്ടെ ഈ പോയിന്റ് കൂടെ ഇതുവഴി ഒരു പാരൽ ലൈൻ വരയ്ക്കണം. അതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം എന്തുവാണ്? ഈ താഴത്തെ 13 സെന്റിമീറ്ററിനെ ഈ റേഷ്യോസിൽ മുറിക്കണം. അപ്പോൾ ഇതിന് പാരൽ ആയിട്ട് ഇതുവഴി വര വരയ്ക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു സെറ്റ് സ്ക്വയർ വേണം. അത് ദാണ്ടെ ഈ ലൈനിന് പാരൽ ആയിട്ട് വെക്കണം. കണ്ടല്ലോ. ഏത് ലൈനാ? നമുക്ക് ദാണ്ടെ ഈ ലൈനിൽ പാരൽ ആയിട്ട് സെറ്റ് സ്ക്വയർ ഇതുപോലെ കൊണ്ടുവയ്ക്കണം. കണ്ടോ? എന്താണ്ട് എന്നിട്ട് ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നിരക്കാൻ പോവാ. അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ അപ്പൊ എന്ത് ചെയ്യണം? ദാണ്ടെ പാരൽ ആയിട്ട് ഇതുവഴി കൊണ്ടുവച്ചു. കണ്ടോ? സെറ്റ് സ്ക്വയർ കൊണ്ടുവച്ചേക്ക് നിങ്ങൾക്ക് കാണാമേ. ദാണ്ട സെറ്റ് സ്ക്വയർ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് സ്കെയിൽ എടുക്കണം. സ്കെയിൽ വേണം കേട്ടോ. ദാണ്ട ഒരു സ്കെയിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ എളുപ്പമായി. ദാണ്ട എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റ് സ്ക്വയറിനെ ദാണ്ട ഈ സ്കെയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നിരക്കുക. ആ ചരിവ് തെറ്റിക്കുക. ദാണ്ട ഈ ചരിവ് ഇതുപോലെ തന്നെ പിടിച്ചേക്കണം. തെറ്റിക്കാതെ, ചരിവ് തെറ്റിക്കാതെ വെച്ചേക്കണം. കണ്ടല്ലോ. അപ്പൊ ഇച്ചിരി കൂടെ ഇങ്ങോട്ടേക്ക് സെറ്റ് സ്ക്വയർ വെക്കുന്നുണ്ട്. ചരിവ് തെറ്റിക്കല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ ചരിക്കുക. കണ്ടോ? ചരിച്ച് ആ പോയിന്റിലേക്ക് കൊണ്ടുവരിക. കണ്ടോ? ദാണ്ട് ഇവിടെ ഒരു പോയിന്റിൽ കൊണ്ടുവന്നുണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ വരയ്ക്കുക. അപ്പൊ അതാ ഒരു പാരൽ ലൈൻ വരച്ചു. ഓക്കെ ആണ്. ഇനിയും പാരൽ ലൈൻ വരയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പം വരച്ച ആ ലൈൻ ആ സെറ്റ് സ്ക്വയറിൽ വെക്കാണ്ടല്ലോ. ഈ ലൈൻ കണ്ടല്ലോ, ഇപ്പം വരച്ച ലൈൻ ഉണ്ടല്ലോ, അത് സെറ്റ് സ്ക്വയറിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. ഓക്കെ ആണ്. സെറ്റ് സ്ക്വയറിൽ ഇതുപോലെ വെക്കുക. കറക്റ്റ് ആയിട്ട് ചരി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സ്കെയിലിന്റെ അതുവഴി എന്ത് ചെയ്യണം? ഇങ്ങനെ നിരക്കണം. കണ്ടല്ലോ. അതാണ്ട് ഇങ്ങനെ നിരക്കി നമ്മുടെ പോയിന്റിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് കാണാം നമ്മുടെ പോയിന്റ് ഇതായിരുന്നു. അതുകൊണ്ട് അവിടെ വരയ്ക്കുക. കണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതേപോലെ പാരൽ ആയിട്ടുണ്ട്. ഈ വരയും കൂട്ടിമുട്ടുവോ? ഇല്ലല്ലോ. അതേ ചരിവിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് റേഷ്യോ കിട്ടിയതാണ്ട് ഈ കിട്ടിയ കഷ്ണങ്ങളാണ്. ദാണ്ട് ഇതിനൊരു നീളമുണ്ട്, ഈ നീളമുണ്ട്, ഇതിനും ഒരു നീളമുണ്ട്. അപ്പൊ ഏത് റേഷ്യോയിലാണ് ഇത് മുറിഞ്ഞേക്കുന്നത്? 2:3:4 എന്ന റേഷ്യോയിലാണ് ഏത് അളവ് മുറിഞ്ഞേക്കുന്നത്? 13 സെന്റിമീറ്റർ എന്ന്. ഈ താഴത്തെ വര മുറിഞ്ഞ റേഷ്യോ ഏതാണ്? APBC എന്ന് പറയുന്ന അളവ് ആലോചിച്ചാൽ മതി. അളന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അളവ് കാണാം. അതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ മുറിച്ച രൂപം ഓർത്താൽ മതി. APPBBC എന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് 2:3:4 ആയിരിക്കും. സംശയം ഒന്നും വേണ്ട കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം. നമുക്ക് എന്തോ വരയ്ക്കേണ്ട? ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 13 ആയിരിക്കണം. ഇവിടെയും ഇതേ സ്റ്റെപ്പ് തന്നെ ചെയ്യണം. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? സ്കെയിൽ എടുക്കണം. എന്നിട്ട് ആ സ്കെയിലിനകത്ത് എത്ര മാർക്ക് ചെയ്യണം? 13. നോക്കിക്കോണേ, 13 മാർക്ക് ചെയ്യണം. ശ്രദ്ധിച്ച് ഈ വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ 13 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിനകത്ത് റേഷ്യോ നേരത്തെ പറഞ്ഞ കണക്ക് 2:3:4. അപ്പൊ ഇത് വരയ്ക്കണം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാവും
നമ്മുടെ ട്രയാങ്കിളിന്റെ റേഷ്യോ നിങ്ങളുടെ മനസ്സിലുണ്ട് 2:3:4 തൊട്ട് മുമ്പേ പറഞ്ഞ പരിപാടി. അപ്പൊ എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 2, 3, 4, 5ഉം 4ഉം 9. അപ്പൊ ചരിച്ച് മേപ്പോട്ട് എത്ര വരയ്ക്കാവൂ? 9. 9 സെന്റിമീറ്ററിനെ നമുക്ക് 2:3:4 ആക്കാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യാ, ഇച്ചിരി കൂടെ ചരിച്ച് ഇങ്ങോട്ടൊന്ന് പിടിക്കുക. എന്നിട്ട് 9 സെന്റിമീറ്റർ ആണ് ചരിച്ച് വരയ്ക്കേണ്ടത്. എങ്ങനെ 9 കിട്ടിയ? 2:3:4 കൂട്ടിയപ്പോഴാണ് 9 കിട്ടിയത്. കണ്ടല്ലോ. അപ്പൊ 9 സെന്റിമീറ്റർ വരച്ചു. കണ്ടല്ലോ, 9 സെന്റിമീറ്റർ കൃത്യമായിട്ട് വരച്ചു. അടുത്ത സ്റ്റെപ്പ് ഇപ്പം ഈ താഴെ വരച്ച എത്രയാണെന്ന് മനസ്സിലാക്കുക. 13 സെന്റിമീറ്റർ. ഇതാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. ഇങ്ങോട്ട് വരച്ചത് ആ റേഷ്യോയുടെ എല്ലാം കൂടെ കൂട്ടിയതായിട്ടുള്ള 9 സെന്റിമീറ്റർ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തുവാ നിങ്ങൾക്കറിയാം. ആ ട്രയാങ്കിൾ വരയ്ക്കുന്നതിന് വേണ്ടി ദാണ്ട് ഈ 2 ലൈനും കൂടെ എന്ത് ചെയ്യുക, ഈ 2 പോയിന്റ് കൂടെ ചേർക്കുക. ദാ ഇതുപോലെ വരയ്ക്കുക. ഇനി നമുക്ക് ആ റേഷ്യോയിൽ മുറിക്കാൻ വേണ്ടി വേണ്ടുള്ള സാധനം എന്തുവാ? ദാ ഈ ഒരു സെറ്റ് സ്ക്വയർ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ വേണം. അതിന് മുമ്പായിട്ട് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ടല്ലോ, നമ്മൾ റേഷ്യോയിൽ മുറിച്ചില്ലല്ലോ. അപ്പൊ 2:3:4 വരണ്ടേ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ എടുക്കുക. 2 കഴിഞ്ഞ് ഒരു കുത്ത് ഇടുക. അത് കഴിഞ്ഞ് 5 കഴിഞ്ഞിട്ടായിരിക്കണം, 5ലായിരിക്കണം കുത്ത്. അപ്പൊ ഇതെത്ര? 2 സെന്റിമീറ്റർ. ഇതെത്ര? 3 സെന്റിമീറ്റർ. ഇതെത്ര? 4 സെന്റിമീറ്റർ. ഓക്കെ ആണ്. അപ്പൊ ഈ നീളം എത്ര? 2. ഈ നീളം എത്ര? 3. ഈ നീളം എത്ര? 4. കണ്ടോ? അതാണ് 2:3:4. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സെറ്റ് സ്ക്വയർ എടുത്തോണ്ട് വരണ്ട. സെറ്റ് സ്ക്വയർ കൊണ്ടുവരണം, ഇങ്ങനെ കൊണ്ടുപോകണം. അതിനുവേണ്ടി സെറ്റ് സ്ക്വയർ ദാ ഇതുപോലെ ആ ലൈനിൽ കൊണ്ടുവയ്ക്കണം. കണ്ടല്ലോ, ലാസ്റ്റത്തെ ആ ലൈനാണ് നമ്മുടെ മെയിൻ പാരലൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ദാ സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ചതിന് ശേഷം സ്കെയിൽ ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ നിരക്കണം. കറക്റ്റ് ആയിട്ട് ആ ഒരു ചരിവ് കറക്റ്റ് ആയിട്ട് പിടിച്ച് നിരക്കി കൊണ്ടുവരണം. കണ്ടോ, നിരക്കി നമ്മുടെ പോയിന്റിലേക്ക് കൊണ്ടുവരണം. കണ്ടോ, പോയിന്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതും ഈ താഴത്തെ പോയിന്റ് കൂടെ വരയ്ക്കുക. കണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെയും നിരക്കി കൊണ്ടുവരിക. എന്നിട്ട് ദാ ലാസ്റ്റത്തെ പോയിന്റ്, ആ 2 സെന്റിമീറ്ററിന്റെ കുത്തുവിടെ ഉണ്ടായിരുന്നല്ലോ, അതാ ഇത് വരയ്ക്കുക. കണ്ടല്ലോ. അപ്പൊ അതാ ഇത്രയും വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ 13 സെന്റിമീറ്റർ ഏത് റേഷ്യോ മുറിഞ്ഞു? 2:3:4 എന്ന റേഷ്യോയിൽ മുറിഞ്ഞു. ഇനി ഇവിടെയാണ് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിനെ ഞാൻ എന്താണ്ട് ഈ 2 പോയിന്റും ചേർത്ത്, ഇതാണ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ്. അപ്പൊ AP എന്ന് എടുത്തു. അപ്പൊ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് കിട്ടി AP. ഇനി ഈ സൈഡ് ഇങ്ങോട്ട് വരണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? കോമ്പസ് എടുക്കണം. കണ്ടല്ലോ, കോമ്പസ് എടുത്തതിന് ശേഷം ആ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്? 13. അപ്പൊ എന്താണ്ട് കോമ്പസ് എടുക്കുക. ദാണ്ട് ഈ ലെങ്ത് കണ്ടല്ലോ, ചെയ്ത് പഠിക്കുന്നത് ശ്രദ്ധിച്ച് പഠിക്കണ്ടല്ലോ. ഈ ലെങ്ത് കണ്ടല്ലോ ഞാൻ എടുത്തേക്കുന്ന ആ ലെങ്ത് എടുക്കുക. ദാ ഇവിടെ എന്ത് ചെയ്യുക, ആർക്ക് കട്ട് ചെയ്യുക. കണ്ടല്ലോ, ഒരു സൈഡിലെ ലെങ്ത് ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്ത്. കണ്ടല്ലോ. ഇനി ഈ AP നമ്മൾ എടുക്കുന്നില്ല, അതുകൊണ്ട് ഇപ്പുറത്തോട്ടുള്ള ലെങ്ത് മാത്രമേ നമ്മൾ കോമ്പസിൽ എടുക്കൂ. അതിന് മുമ്പായിട്ട് ദാണ്ട് ഈ ലെങ്ത് ഒന്നുകൂടെ ഒന്ന് ചരിച്ചിട്ടേക്കണം. എന്തുകൊണ്ടാണ്? മറ്റേ ലെങ്ത് ചെറുതായതുകൊണ്ട് ഇച്ചിരി കൂടെ ഇങ്ങോട്ട് നീട്ടി വരച്ചേക്കണേ, അപ്പുറത്തെ ലെങ്ത് കുറവായതുകൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ദാ ഈ ലെങ്ത് എടുക്കുക. കണ്ടല്ലോ, അതാണ്ട് ഈ ലെങ്ത് ഏതാണ്? ഇവിടെ മുതൽ അപ്പുറത്തോട്ടുള്ള റേഷ്യോ ആയിട്ടുള്ള ചെറിയ ലെങ്ത് എടുക്കുക. ഈ ചെറിയ ലെങ്ത് എടുത്തതിന് ശേഷം ഇതുമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. കണ്ടല്ലോ, അപ്പൊ ഒരു പോയിന്റ് കിട്ടും. ഇതാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ പോയിന്റ്സ്. നോക്കണം, ട്രയാങ്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാന്ന് നോക്കണം. അപ്പൊ APയെ നമ്മൾ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് വരയ്ക്കുന്നത്. അതിനുവേണ്ടി AP ആണ് നമ്മുടെ ട്രയാങ്കിൾ ഒരു സൈഡ്. അപ്പൊ APയുടെ Aയിൽ നിന്നും ഈ പോയിന്റിലേക്ക് വരച്ചു ചേർക്കുക. അപ്പൊ ഈ പോയിന്റിലേക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു സൈഡ് കിട്ടും. അത് കണക്ക് മറ്റേ Pയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്തു, ദാണ്ട് ഇവർ തമ്മിൽ യോജിപ്പിക്കുക. അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ട്രയാങ്കിൾ ആണ് 13 സെന്റിമീറ്റർ ട്രയാങ്കിൾ ആണ് APC. അപ്പൊ APC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്ര ആയിരിക്കും? 13. നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ, വരച്ച് പഠിക്കുക. തന്നിരിക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ടാമത്തെ ചോദ്യത്തിൽ വരയ്ക്കേണ്ടത് ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം വരയ്ക്കണം. എന്താ വരയ്ക്കണം? അപ്പോൾ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? എല്ലാ സൈഡും, ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡും 5 സെന്റിമീറ്റർ ആയിരിക്കും, ഈ സൈഡും 5. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇക്വലാറ്റർ, എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. പക്ഷേ ഇവിടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിലെ 3 സൈഡൂടെ കൂട്ടിയാൽ എത്ര വരാകൂ? 10. പെരിമീറ്റർ പറഞ്ഞിട്ടുണ്ട്, ചുറ്റളവ്. അപ്പം 3 സൈഡൂടെ കൂട്ടിയാൽ എത്ര വരുന്ന? 10 വരുന്ന ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാനാണ് ഈ ചോദ്യം. ഇപ്പോൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് പഠിക്കും. ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്കറിയാം, നമുക്കൊരു ട്രയാങ്കിൾ ആണ്, ഇക്വലാറ്റർ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം വരയ്ക്കണം. പെരിമീറ്റർ എത്ര? 10. അപ്പൊ നമ്മുടെ സ്കെയിലിൽ ആദ്യം വരയ്ക്കേണ്ടത് ആ പെരിമീറ്റർ തന്നെയായിരിക്കണം. ഇപ്പൊ ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടതെന്ന് അറിയാം, എന്നാലും പെരിമീറ്ററിന് വേണ്ടിയുള്ള 10 സെന്റിമീറ്റർ ആദ്യമേ വരയ്ക്കുക. കണ്ടല്ലോ, അപ്പൊ സ്കെയിൽ എടുക്കുക, 10 സെന്റിമീറ്റർ എന്റെയോടൊപ്പം നിങ്ങളും വരയ്ക്കുക. 10 സെന്റിമീറ്റർ ആദ്യമേ വരയ്ക്കുക. ഓക്കെ, നമുക്ക് എന്ത് വരയ്ക്കേണ്ട? ഇക്വലാറ്റർ. നിങ്ങളുടെ മനസ്സിൽ വേണം നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എല്ലാ സൈഡും നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ. 3 സൈഡാണ് ഉള്ളത്.
അപ്പോ ഇത് മൊത്തത്തിൽ എത്ര ഉള്ള ഇപ്പം വരച്ചത് മൊത്തത്തിൽ എത്ര സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം 10 സെന്റിമീറ്ററിനെ മൂന്ന് തുല്യ കഷ്ണങ്ങളാക്കാം. ഇക്വലാറ്റർ ട്രയാങ്കിൾ ആ 3 തുല്യ കഷ്ണങ്ങളാക്കുന്നത്. അപ്പം 10 സെന്റിമീറ്റർ ആക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം 9 സെന്റിമീറ്ററിനെ നമുക്ക് എങ്ങനെ ആക്കാം 3 3 3 എന്നിങ്ങനെ 3 കഷ്ണമാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ചരിച്ചെടുക്കുന്ന ദൂരം അല്ലെങ്കിൽ ചരിച്ചെടുക്കുന്നത് ഏതായിരിക്കും 9 സെന്റിമീറ്റർ ആയിട്ടല്ല. നമ്മൾ ചരിച്ചെടുക്കാൻ പോകുന്ന ദൂരം ഏതായിരിക്കും 9. കണ്ടല്ലോ. അപ്പൊ അതാ നോക്കിയോ, ഞാൻ ചരിച്ചു പിടിച്ചിട്ടുണ്ട്. ആ ചരിവിലേക്ക് നമ്മൾ എത്ര എടുക്കും 9. എന്തുകൊണ്ടാ 9നെ എനിക്ക് 3 കഷ്ണം തുല്യ കഷ്ണമാക്കാൻ പറ്റും. കണ്ടല്ലോ. അപ്പൊ ഈ വരച്ചത് എത്ര 9 എന്നറിയാം. അതിനകത്ത് നമുക്ക് 3 3 3 എന്ന് മുറിക്കാമല്ലോ. ഇനി 3 3 3 എന്ന് മുറിക്കുന്ന നോക്കണം, ശ്രദ്ധിച്ചോ. അപ്പൊ 3ന്റെ അവിടെ ഒരു പോയിന്റ്, 6ന്റെ അവിടെ ഒരു പോയിന്റ്. കണ്ടല്ലോ. അപ്പം ഞാൻ ഇവിടെ എടുത്തത് മനസ്സിലാക്കുക. ഇത് 3 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. എന്തുകൊണ്ടാ 3 3 3 ഇക്വലാറ്റർ ട്രയാങ്കിൾ, സമഭുജ ത്രികോണമാണ് നമ്മൾ വരയ്ക്കുന്നത്. എന്നിട്ടില്ല അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്യുക, ഈ ലാസ്റ്റത്തെ 2 പോയിന്റ് തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെയാണ്. അപ്പൊ ഇത്രയും വരച്ചതിന് ശേഷം അടുത്ത എന്തുവാ, നമ്മൾ എന്താ വരച്ചുകൊണ്ടിരിക്കുന്ന ട്രയാങ്കിൾ വരയ്ക്കണം. താഴോട്ടാണല്ലോ. ഈ 10 സെന്റിമീറ്ററിനെ 3 കഷ്ണമാക്കണ്ടേ. അതിനുവേണ്ടി എന്ത് വരയ്ക്കണം, പാരൽ ലൈൻ വരയ്ക്കണമെങ്കിൽ എന്ത് കൊണ്ടുവരണം, പാരൽ ലൈൻ വരയ്ക്കണമെങ്കിൽ എന്തെത്തിക്കണം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സെറ്റ് സ്ക്വയർ വേണം. ദാ സെറ്റ് സ്ക്വയർ വന്നു. ഇനി എന്ത് ചെയ്യണം, നിരക്കുന്ന പരിപാടിയാണെന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വന്നല്ലോ. അതിനുവേണ്ടി എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ അവിടെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതാ ലൈൻ കൊണ്ടുവരുന്ന നോക്കുവാണെ, സെറ്റ് സ്ക്വയർ മറ്റേന് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് സ്കെയിലും കൊണ്ടുവയ്ക്കുക. ഓക്കെയാണ്. അതാണ്ടേ കറക്റ്റ് ആയിട്ട് വെച്ചാലോ സ്കെയിലും. എന്നിട്ട് എന്ത് നിരക്കുക, കറക്റ്റ് ആയിട്ട് നിരക്കണേ, തെന്നി പോരുത്. ഇപ്പൊ എന്റെ തെന്നിയത് കണക്ക് നിങ്ങളെ തെന്നരുത്. തെന്നാതതാ ഇതുവഴി വരയ്ക്കുക. കണ്ടല്ലോ. ആദ്യത്തെ പോയിന്റിലേക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് എന്ത് ചെയ്യാ, അതും ഇതും തമ്മിൽ യോജിപ്പിച്ചു. ഓക്കെയാണ്. കഴിഞ്ഞില്ല. പിന്നെയും എന്ത് ചെയ്തു, ഇതാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. പാരലില് മാറിപ്പോരുതാണ്ട, പാരലില് കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നിരക്കി കൊണ്ടുവരാം സ്കെയിലിനകത്ത്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇതാ നിരക്കി ഇവിടേക്ക് എത്തിച്ചു. ഓക്കെയാണ്. ഏതാണ്ട് ഇവിടേക്ക് വരയ്ക്കുക. അപ്പോഴും കിട്ടി. അപ്പൊ ഇപ്പം വരച്ച് കിട്ടിയത് എന്താ നിങ്ങൾക്ക് മനസ്സിലായതാണ്ട്. ഈ 10 സെന്റിമീറ്ററിനെ എത്ര തുല്യ കഷ്ണങ്ങളാക്കി, 3 തുല്യ കഷ്ണം. ദാണ്ട് ഇവിടെയാണ് ഒരു കഷ്ണം, ദാ ഇവിടെ ഉണ്ട്. അടുത്ത കഷ്ണം ദാണ്ട് ഇത്. ഇനി എന്ത് ചെയ്യണം നിങ്ങൾക്കറിയാം, ഈ ലെങ്ത് തന്നെ എടുത്ത് നമ്മൾ എന്ത് പറയണം, ട്രയാങ്കിൾ വരയ്ക്കണം. നമുക്കറിയാം 3ഉം ഒരേ കഷ്ണം തന്നെയാണ്, ഇക്വലാറ്ററലാണ്. അപ്പൊ എന്ത് ചെയ്യുക, കോമ്പസിൽ ഈ ലെങ്ത് അങ്ങ് എടുത്താൽ മതി. ഈ ലെങ്ത് എടുത്തതിന് ശേഷം ഇവിടെ കുത്തിക്കൊണ്ട് ദാ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെയാണ്. അതുപോലെ സെയിം എന്ത് ചെയ്യുക, ഇവിടെ കുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെയാണ്. അപ്പൊ എന്ത് കിട്ടും, ദാ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി, ആ പോയിന്റ് തമ്മിൽ യോജിപ്പിച്ചാൽ മതി. നമ്മുടെ എന്ത് റെഡിയാവും, 10 സെന്റിമീറ്റർ എന്തുള്ള പെരിമീറ്റർ ഉള്ള ഇക്വലാറ്റർ ട്രയാങ്കിൾ റെഡിയാവും. 10 സെന്റിമീറ്റർ ഇതുള്ള ഇക്വലാറ്റർ ട്രയാങ്കിൾ ഇതാ റെഡി. ഇതായിരുന്നു നമുക്ക് വരയ്ക്കേണ്ട. അപ്പൊ ഇക്വലാറ്റർ ട്രയാങ്കിളിന് പേര് കൊടുക്കാം APC. കേട്ടോ. 10 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് APC. കാണാൻ പറ്റുന്നുണ്ട്, എല്ലാ പ്രൊസീജിയറും കണ്ടേ. ഓക്കെ ആണ്. അപ്പോൾ തന്നിരിക്കുന്നതാണ് മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിൽ 8 സെന്റിമീറ്റർ ലോങ് ലൈൻ. അപ്പോൾ 8 സെന്റിമീറ്റർ വര വരയ്ക്കണം. ആ വര ഏത് റേഷ്യോയിൽ മുറിക്കണം, 2:3 എന്ന റേഷ്യോയിൽ മുറിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു വരയെ ഇന്ന റേഷ്യോയിൽ മുറിക്കുന്നതെന്ന് ഈ ചോദ്യത്തിലൂടെ വരച്ച് ഞാൻ കാണിക്കുന്ന വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി തന്നിരിക്കുന്ന അടുത്ത ചോദ്യത്തിൽ നിങ്ങൾക്കറിയാം 8 സെന്റിമീറ്റർ വരെ 2:3 ആക്കണം. നോക്കിയോ എങ്ങനെയാ വരയ്ക്കുന്നതെന്ന്. ആദ്യമേ തന്നെ സ്കെയിൽ എടുക്കുക, അതിൽ 8 സെന്റിമീറ്റർ വരയ്ക്കുക. കണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് 8 സെന്റിമീറ്റർ എന്ത് ചെയ്യുക, വരയ്ക്കുക. അപ്പൊ നമുക്ക് 8 സെന്റിമീറ്റർ, അപ്പൊ ഈ വരച്ച വര എത്ര സെന്റിമീറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം, 8 സെന്റിമീറ്റർ വരച്ചു. ഇനി നമുക്ക് മുറിക്കേണ്ട എന്താന്ന് നിങ്ങൾക്കറിയാം. ഏത് റേഷ്യോയിൽ 8 സെന്റിമീറ്ററിനെ മുറിക്കേണ്ട, 2:3 എന്ന് പറയുമ്പോൾ 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ മതി. ഉത്തരം 5. അപ്പൊ ഇങ്ങോട്ടേക്ക് എത്ര എടുത്താൽ മതി, 5 അങ്ങ് എടുക്കുക. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ചരിവ് എടുത്താൽ മതി. ആ ചരിവില് എത്ര മാർക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 5. നമുക്ക് 5 മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇച്ചിരി കൂട്ടി വളച്ചെടുത്തോ, അപ്പൊ നന്നായിട്ട് കിട്ടും. അപ്പൊ 5 വരയ്ക്കാം. അപ്പൊ നമുക്ക് ഏതാ കൃത്യമായിട്ട് ഞാൻ 5 സെന്റിമീറ്റർ വരച്ചു. 2:3. അപ്പൊ 2ൽ അവിടെയാണ് കുത്തിടേണ്ടത്. കണ്ടല്ലേ, 2 സെന്റിമീറ്റർ കഴിഞ്ഞ് കുത്ത്. ഓക്കെയാണ്. ഇത്രയും വരയ്ക്കാം. ഇനി എന്ത് ചെയ്യുക, ഈ ലാസ്റ്റ് പോയിന്റ് എല്ലാ ഡിവിഷനിലും ഡിവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് പോയിന്റ് തമ്മിൽ എന്ത് ചെയ്താൽ മതി, യോജിപ്പിച്ചാൽ മതി. ഓക്കെ. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം. ദാണ്ട് ഈ പോയിന്റിൽ കൂടെ എന്ത് വരയ്ക്കണം, പാരൽ ലൈൻ വരയ്ക്കണമെങ്കിൽ എന്ത് വേണം, സെറ്റ് സ്ക്വയർ എടുത്തുകൊണ്ട് വരണം, സ്കെയിലും കൊണ്ടുവരണം. ഓക്കെയാണ്. ഏതാണ്ട് സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. കണ്ടല്ല, കൃത്യമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നിരക്കുക. നിരക്കി ദാ ഇവിടേക്ക് കൊണ്ടുവരിക. ഈ പോയിന്റിൽ കൂടെ എന്ത് വരയ്ക്കുക, സമാന്തര വര വരയ്ക്കുക. ഓക്കെയാണ്. പാരൽ ലൈൻ ദാ ഇതുവഴി വരയ്ക്കുകയാണ്. ഓക്കെ, ദാ വരച്ചു. അപ്പൊ പാരൽ ലൈൻ വരച്ചപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, 8 സെന്റിമീറ്റർ ഏത് റേഷ്യോ മുറിഞ്ഞു, 2:3 മുറിഞ്ഞു. ആ ലെങ്ത് ആണ് AP യും
PBയും. ഓക്കെയാണ്. അപ്പൊ AP-യും PBയും തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും? 2:3. അപ്പൊ ഇതായിരുന്നു വരയ്ക്കേണ്ടത്. വളരെ സിമ്പിൾ ആണ്, വരയ്ക്കുക. തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം. നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. മക്കളെ, നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഈ റെക്റ്റാങ്കിളിൻ്റെ 4 സൈഡ് കൂടെ കൂട്ടിയാൽ, അല്ലെങ്കിൽ പെരിമീറ്റർ എത്രയാണ്, ചുറ്റളവ് എത്രയാണ്? 15 ആണ്. അതോടൊപ്പം സൈഡ്സിൻ്റെ റേഷ്യോ എത്രയായിരിക്കണം? 3:4. അപ്പോൾ ഈ അളവുകളെല്ലാം വരുന്ന റെക്റ്റാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇനി വരയ്ക്കേണ്ടത് ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇനി മനസ്സിൽ ചിന്തിച്ചോണ്ട് നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിൾ എന്തോ തന്നേക്കുന്നത്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 2 × L+B. 2 × L+B എത്ര തന്നേക്കുന്നത്? 15. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആദ്യത്തെ വരി മനസ്സിലായിക്കോണം. L+B എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? 7.5. കണ്ടല്ലോ. അപ്പൊ L+C നീളവും വീതിയും കൂടെ കൂട്ടി 7.5. അപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ഇതാണ്ട്. ആദ്യം വരയ്ക്കുന്ന ഒരിക്കലും 15 അല്ല വരയ്ക്കുന്നത്. റെക്റ്റാങ്കിളിന്റെ കേസിൽ, ചതുരത്തിന്റെ കേസിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഏതാണ്? 15 ആണ്. 15 അല്ല, 7.5 വരയ്ക്കുന്നത്. 15 വരയ്ക്കാൻ പറ്റൂല. നിങ്ങളുടെ പേപ്പറിൽ നിങ്ങളുടെ ഊപ്പാട് വരും വരയ്ക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. ആദ്യം വരയ്ക്കേണ്ടത് എന്താണ്? 7.5. കണ്ടോ? അപ്പൊ 7.5, 7.5. ഇതാ 7.5ന്റെ അവിടെ എത്തിച്ചു ഞാൻ. ഓക്കെയാണ്. 7.5 വരച്ചു. കണ്ടല്ലോ. അപ്പൊ 7.5 വരച്ചു. ഇനി ഇത് മുറിക്കേണ്ട ഒരു റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ റേഷ്യോ എന്ന് ഓർത്ത് നോക്ക്. 3:4 നമുക്ക് മുറിക്കേണ്ടത്. അപ്പൊ എന്താ പരിപാടി? നിങ്ങൾക്ക് അറിയാം. 3 4 കൂട്ടി എത്ര എന്ന് പറയണം? 7. അപ്പൊ ചരിച്ച് എത്ര എടുക്കണം? 7 എടുക്കണം. ചരിച്ച് 7. ഓക്കെയാണ്. ശ്രദ്ധിച്ച് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ വേണ്ടി ദാണ്ട് ഇവിടെ നിന്ന് ചരിച്ച് എത്ര എടുത്തു? 7. കണ്ടോ? 7ന്റെ അവിടെ മാർക്ക് ചെയ്തു. ഇനി അതിനകത്ത് എത്ര മാർക്ക് ഉണ്ട്? 3. അപ്പൊ 3 കഴിഞ്ഞിട്ട് ഒരു കുത്തിട്ടേക്ക്. 3 എന്ത് ചെയ്യേ? കണ്ടോ? 3 കഴിഞ്ഞിട്ട് ഒരു കുത്തും ഇട്ടു. എന്നിട്ട് എന്തോ പരിപാടി? ലാസ്റ്റത്തെ 2 പോയിന്റ് തമ്മിൽ ചേർത്ത് വരയ്ക്കണം. കണ്ടല്ലോ. അപ്പൊ ലാസ്റ്റത്തെ പോയിന്റ്സ് തമ്മിൽ ചേർത്തു. ഓക്കെയാണ്. ഇത്രയും സെറ്റ് ആക്കി. ഇനി അടുത്ത എന്തോ? പാരൽ ലൈൻ വരയ്ക്കണം. അപ്പൊ താഴത്തെ ലൈൻ മുറിയണമെങ്കിൽ ഇതുവഴി എന്ത് ചെയ്യണം? വരയ്ക്കണം. താഴത്തെ ലൈൻ എത്ര? ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം. 7.5 ആണ്. ഇതെത്ര? 3. അപ്പൊ ഇത് 3 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 4.5 ആയിരിക്കും. അത് വിട്ടേക്ക്. ഇനി ഇതുവഴി പാരൽ ലൈൻ ഇങ്ങനെ വരയ്ക്കണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുക? അതായത് ഈ ഒരു സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക? ഇവിടെ കൊണ്ട് വെക്കുക. എന്നിട്ട് സ്കെയിൽ ഇപ്പുറത്തോട്ട് വെക്കുക. ഇനി എന്ത് ചെയ്യുക? അതാണ്ട് നിരക്കണം. ശ്രദ്ധിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് പാരൽ ലൈൻ കിട്ടും കേട്ടല്ലോ. അപ്പൊ നിരക്കുമ്പോൾ അതാണ്ട് ഇങ്ങനെ നിരക്കുക. എന്നിട്ട് എവിടെ വരും? എന്താ? ഈ പോയിന്റ് വരെ, നമ്മുടെ പോയിന്റ് വരെ നിരക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ പാരൽ ലൈൻ വരയ്ക്കുക. കേട്ടല്ലോ. അപ്പൊ അതാ ഇതിന് ഇതുവഴി എന്ത് വരച്ചു? പാരൽ ലൈൻ വരച്ചു. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 7.5 സെന്റിമീറ്റർ ഏത് റേഷ്യോ മുറിഞ്ഞു? 3:4 മുറിഞ്ഞു. ഇനി ഇവിടെ എന്തുണ്ടാവണം? റെക്റ്റാങ്കിൾ വരണം. അപ്പൊ ഇവിടെ റെക്റ്റാങ്കിൾ വരയ്ക്കണം. റെക്റ്റാങ്കിൾ എങ്ങനെ ഇരിക്കണം? 90 ഡിഗ്രി അല്ലേ? ഓരോ മൂലയിലും 90 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെയാണ് ഞാൻ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് എന്ത് വരയ്ക്കുക? 90 ഡിഗ്രിയിൽ ഒരു വര വരയ്ക്കണം. അതിനുവേണ്ടി ഞാൻ കൃത്യമായിട്ട് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദാണ്ട ഇവിടെ നിന്ന് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടേക്കുക. ദാണ്ട 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തിടുക. എന്നിട്ട് എന്ത് ചെയ്യുക? താഴോട്ടേക്ക് അവിടുന്ന് 90 ഡിഗ്രി വരെ ഞാൻ വരച്ചിട്ട എളുപ്പമായി. കണ്ടേ? താഴോട്ട് എന്ത് വരച്ചിട്ടു? 90 ഡിഗ്രിയുടെ നേരെ താഴോട്ട് വരച്ചിട്ടു. ഇനി ഇവിടെയും 90 ഡിഗ്രി ആണ്. നമുക്കറിയാം റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം 90 ഡിഗ്രിയാണ്. അപ്പൊ എന്ത് ചെയ്യാ? ഈ മൂലയിൽ നിന്നും 90 ഡിഗ്രി മാർക്ക് ചെയ്യണേ. കൃത്യം 90. അപ്പൊ 90 ഡിഗ്രിയുടെ കുത്തിട്ടതിന് ശേഷം 90 ഡിഗ്രി ലൈൻ താഴോട്ട് മാർക്ക് ചെയ്തിടുകയാണ്. നോക്കിക്കോ. 90 ഡിഗ്രി ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ചതുരം വരയ്ക്കുന്നത്. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ചതുരത്തിന് വേണ്ടി എന്ത് ചെയ്യുക? കോമ്പസ് എടുക്കുക. ഇതാണ്ട് ഈ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. ഇതാണ് ആ ചതുരത്തിന്റെ എന്ത്? വീതിയായിട്ട് വരുന്നത്. ചതുരത്തിന്റെ വീതിയാണ് ഈ നീളം. കണ്ടോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഇങ്ങനെ കറക്കി ഉണ്ടോന്ന് കട്ട് ചെയ്ത്. കണ്ടോ? അപ്പൊ ഈ നീളം എന്താണ്? ഈ കിട്ടിയ നീളമാണ് നമ്മുടെ എന്ത്? ചതുരത്തിന്റെ വീതി. കണ്ടോ? ചതുരത്തിന്റെ വീതി ഇവിടെ ഇങ്ങനെ കിട്ടി. കണ്ടോ? അപ്പൊ ചതുരത്തിന്റെ വീതി കിട്ടിയാൽ അതേ നീളം, കണ്ടോ? ഈ വീതിയുടെ നീളം എടുത്താൽ മതി. കണ്ടോ? ഈ നീളം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്താ? ഇവിടെ കുത്തിക്കൊണ്ട് താഴെയും കൂടെ കട്ട് ചെയ്യുക. ആ വീതി തന്നെ മാറ്റാതെ എടുത്താൽ മതി. കണ്ടോ? ആ വീതി എടുത്ത് അവിടെയും കട്ട് ചെയ്തു. എല്ലാം കൂടെ വരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ എന്തായി? നമ്മുടെ ചതുരം റെഡിയായി. നോക്കിക്കോ. കണ്ടോ? ഈ പോയിന്റും ഇപ്പുറത്ത് കിട്ടിയ പോയിന്റ് കണ്ടല്ലോ. ഇവിടെയാണ് ആ പോയിന്റ്. അപ്പൊ ഈ 2 പോയിന്റും കൂടെ എന്ത് ചെയ്താൽ മതി? വരച്ച് ചേർത്താൽ മതി. കണ്ടല്ലോ. ഈ 2 പോയിന്റ് കൂടെ വരച്ച് ചേർക്കാം. അപ്പൊ പേര് കൊടുക്കാം. ABC. അതാണ് കിട്ടി. കണ്ടോ? നമ്മുടെ ചതുരം ഏതാണ്? ABCD എന്ന് പറയുന്നതാണ് നമ്മുടെ ചതുരം. കണ്ടോ? നമ്മുടെ ചതുരം ABCD. എന്തോ പ്രത്യേകത? ഈ ABCDയുടെ പെരിമീറ്റർ എത്ര ആയിരിക്കും? 15. ചുറ്റളവ് എത്ര ആയിരിക്കും? 15. ഓക്കെയാണ്. അപ്പൊ ഇതുപോലെയായിരുന്നു വരയ്ക്കേണ്ടത്.
തന്നിരിക്കുന്ന ഈ ചോദ്യത്തിൽ നമുക്ക് വരയ്ക്കേണ്ടത് ഒരു ട്രയാങ്കിൾ ആണ്. എന്തുവാ? ത്രികോണം വരയ്ക്കണം. ആ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? 10. അതോടൊപ്പം സൈഡുകൾ എങ്ങനെയായിരിക്കണം? 2:3:4 എന്ന റേഷ്യോയിലും ആയിരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഈ ചോദ്യങ്ങളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരയ്ക്കാനുള്ള മാർക്ക് കളയരുതല്ലോ. വളരെ സിമ്പിളായിട്ട് കിട്ടുന്നതല്ലേ. അതുകൊണ്ട് ഉറപ്പായിട്ടും വീഡിയോ ഫുൾ ലെങ്ത് കണ്ട് നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ചോദ്യത്തിൽ നമുക്ക് വരയ്ക്കേണ്ട ട്രയാങ്കിൾ തന്നെയാണ്. പക്ഷെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്ര തന്നെ? ചുറ്റളവ് 10 തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്ത് വരയ്ക്കണം? സ്കെയിൽ എടുക്കുക, 10 വരയ്ക്കണം. സ്കെയിൽ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സ്കെയിൽ വെച്ചിട്ടുണ്ട് ഞാൻ. സ്കെയിൽ എന്ത് വരയ്ക്കണം? 10 സെന്റിമീറ്റർ വരയ്ക്കണം. എത്ര? 10 സെന്റിമീറ്റർ. ഓക്കെ ആണ്. അതാ ഈ നീളമാണ് എന്തെന്ന് പറയുന്നത്? 10 സെന്റിമീറ്റർ. അപ്പൊ നീളം എത്രയാണ്? 10 സെന്റിമീറ്റർ. ഈ നീളം എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ് നീളം. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിക്കണം, നമുക്ക് വരയ്ക്കേണ്ട ചിത്രത്തിന്റെ റേഷ്യോ എത്രയാണ്? 2:3:4 ആണ് റേഷ്യോ. കേട്ടല്ലേ? ഇവിടെ വരയ്ക്കേണ്ട ട്രയാങ്കിളിന്റെ റേഷ്യോ ആണ് ഈ പറയുന്നത്. എന്ന് പറയുമ്പോൾ ഈ 10നെ ഈ റേഷ്യോയിൽ മുറിക്കണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചരിച്ച വര എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 2, 3, 5, 5, 4, 9 ആണ് ചരിച്ച് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നിന്നും ചരിച്ച് എങ്ങനെ പിടിക്കുക? അതാ ഇങ്ങനെ ചരിച്ച് അങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് എത്ര വരയ്ക്കുക? 9. സിമ്പിൾ ആയിട്ട് പഠിക്കണേ മക്കളെ. ഇത് കണ്ടങ്ങ് പഠിച്ചാൽ മതി. ഇതാ ഇവിടേക്ക് 9 മാർക്ക് ചെയ്യുക. കണ്ടല്ലോ 9. എന്നിട്ട് ഏത് റേഷ്യോ മുറിക്കുക? 2 കഴിഞ്ഞിട്ടൊരു കുത്തിടുക. അടുത്ത 3 എന്ന് പറയുമ്പോൾ 5 കഴിഞ്ഞിട്ടൊരു കുത്തിടുക. ഉണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ പരിപാടി. കണ്ടല്ലോ, ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ദാ ഈ ലാസ്റ്റത്തെ 2 പോയിന്റ് തമ്മിൽ യോജിപ്പിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 10 സെന്റിമീറ്റർ വരെ ഈ റേഷ്യോയിൽ മുറിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്താ വേണ്ടേ? ഒരു സെറ്റ് സ്ക്വയർ വേണം. കണ്ടല്ലോ, ഒരു സെറ്റ് സ്ക്വയർ കൊണ്ടുവരും. ഇങ്ങനെ നിരക്കി പാരലൈൻ വരച്ചാൽ മതി. വളരെ സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ എന്ത് ചെയ്യുക? സെറ്റ് സ്ക്വയർ കൊണ്ടുവച്ചു. സ്കെയിൽ കൊണ്ടുവരികയാണ് ഞാൻ. ഓക്കെ, ഇതാ സ്കെയിലും കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യുക? നിരക്കിയാൽ മതി. നിരക്കി ഇതാ ഇവിടേക്ക് എത്തിക്കുക. ഓക്കെയാണ്. നമ്മുടെ ആദ്യത്തെ പോയിന്റ് എത്തിച്ചു ഞാൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പാരൽ ലൈൻ വരച്ചു. ഇതാണ്ട് ഒന്നാമത്തെ പാരൽ ലൈൻ വരച്ചു. ഓക്കെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്നാമത്തെ പാരൽ ലൈൻ വരച്ചേ ഞാൻ. ഓക്കെയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. അടുത്ത രണ്ടാമത്തെ പാരൽ ലൈൻ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക? അവിടെ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? നിരക്കുക. കറക്റ്റ് ആയിട്ട് നിരക്കണേ. കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇടുന്നാണ്ട് ഇതുവഴി ഈ പോയിന്റിൽ കൂടെ വരയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? അടുത്ത പാരൽ ലൈൻ റെഡി. കണ്ടോ? അപ്പൊ നമ്മുടെ എന്ത് റെഡിയായി? ഈ 10 സെന്റിമീറ്ററിനെ 2:3:4 കണ്ടോ? ഈ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്തു? മുറിച്ചു വെച്ചു. ഇനി നമുക്ക് എന്തോ വരയ്ക്കേണ്ട? ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിൾ വരയ്ക്കാൻ ഈ പോയിന്റ് AB എന്ന പോയിന്റ് മാറ്റരുത്. ഓക്കെ, ട്രയാങ്കിളിന് വേണ്ടിയുള്ള ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ത് കിട്ടി? AB തന്നെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതാണ്ട് ഈ ദൂരം ഇതാണ്ട് ഇവിടെ മുതൽ ഈ ട്രയാങ്കിളിന്റെ അടുത്ത സൈഡിന് വേണ്ടി ഈ ഡിസ്റ്റൻസ് ഇതാണ്ട് ഈ ഡിസ്റ്റൻസ് കണ്ടല്ലോ, കോമ്പസ് എടുത്തേക്കുന്ന ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടെ കുത്തിക്കൊണ്ട് ഇതാണ്ട് ഈ പോയിന്റിൽ കുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? ആർക്ക് കട്ട് ചെയ്യുക. കണ്ടല്ലോ, ഇച്ചിരി നീട്ടി ആർക്ക് വരച്ചേക്കണം. എന്ന് വെച്ചാൽ അപ്പുറത്തെ നീളം കുറവാണ്. കണ്ടല്ലോ, മനസ്സിലായി. ഇനി ഈ ഡിസ്റ്റൻസ് എടുക്കുക. അതാണ്ട് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ. കണ്ടല്ലോ, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം കട്ട് ചെയ്യുക. കണ്ടല്ലോ, അപ്പൊ എന്ത് കിട്ടും? ഈ ഒരു പോയിന്റ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? വരച്ചു ചേർക്കുക. വരച്ചു ചേർക്കുക മീൻസ് എങ്ങോട്ടാ വരയ്ക്കേണ്ടതാ? ഈ എയും ഈ പോയിന്റും തമ്മിൽ എന്ത് ചെയ്യുക? വരയ്ക്കുക. ഓക്കെ ആണ്, സെറ്റ് ആണ്. ഇനി എന്ത് ചെയ്യുക? ലാസ്റ്റ് പോയിന്റ് തമ്മിൽ വരച്ചു ചേർക്കുക. ലാസ്റ്റ് പോയിന്റ് ആയിട്ടല്ല ട്രയാങ്കിൾ മുട്ടിക്കേണ്ട, ബിയിലുമായിട്ടാണ് ട്രയാങ്കിൾ മുട്ടിക്കുന്നത്. എന്തുകൊണ്ടാണ്? AB ആണ് നമ്മുടെ ഒരു സൈഡ്. അപ്പൊ എന്ത് ചെയ്യുക? ഇതും തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ ആണ്. അപ്പൊ ഈ പോയിന്റ് ആണ് C. അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ ആണ് ഏത്? ഇത് ABC. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്ര ആയിരിക്കും? 10 ആയിരിക്കും. ഒരു സംശയവും വേണ്ട. ഓക്കെ ആണ്. ഇതുപോലത്തെ വീഡിയോസ് ആണ് ന്യൂജൻ മാത്ത് എന്ന ഈ ചാനൽ വരുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കുക. അതോടൊപ്പം ഈ ചാനലിൽ ലൈവ് സെക്ഷനിലും ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ കാണാത്തവർ ആ സെക്ഷനിലും കൂടെ പോയി നോക്കുക. ലൈവ് ചോദ്യങ്ങളിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ പഠിച്ചിരിക്കും. ഓണപ്പരീക്ഷയ്ക്ക് സൂപ്പറായിട്ട് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ആ ക്ലാസ്സുകൾ കാണാത്തവർ അവിടെ പോയി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക.